തൃശ്ശൂരൊന്നും ബി.ജെ.പിയുടെ ഒരൊറ്റ സ്ഥാനാർത്ഥി ഇനി ജയിക്കാൻ പോകുന്നില്ല. കാരണം സുരേഷ് ഗോപി അതിനു വേണ്ടിയിട്ടുള്ള പ്രചരണം നടത്തി. രാഹുലിനെതിരെയായിട്ടുള്ള സംഘടനാ നടപടി വി.ഡി. സതീശന്റെ മാത്രം അഭിപ്രായമല്ല, പാർട്ടിയിലെ ഒരുപാട് ആളുകളുടെ അഭിപ്രായമാണ്, ഭൂരിപക്ഷ അഭിപ്രായമാണ്. വി.ഡി. സതീശനും മണപ്പാട്ട് ഫൗണ്ടേഷനുമായിട്ടുള്ള ബന്ധം, രാഹുൽ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാം, അദ്ദേഹത്തിന് പരിപാടികളിൽ പങ്കെടുക്കാം, ഇഷ്ടമുള്ള ആളുകളോട് സംസാരിക്കാം. നീതിയില്ലാത്ത തീരുമാനം ഇനി കോൺഗ്രസിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ജയസാധ്യത എന്ന് പറഞ്ഞാൽ നേതാവിന്റെ മക്കൾക്കുള്ളതല്ല. ജയസാധ്യത എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ മനസ്സിലാക്കുന്നവർക്ക്. ജയിച്ചവർ മാത്രമല്ല ജയിക്കുന്നത്, ആ ജയിച്ചവർക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട കുറേ മനുഷ്യരുണ്ട്. അവരുടെ വികാരത്തെ മാനിക്കാതെ ഒരു സീറ്റ് നിർണയവും കേരളത്തിൽ നടക്കില്ലെന്ന് ഞാൻ വിചാരിച്ചു. സ്ഥാനാർത്ഥികൾ സീറ്റ് കിട്ടിയില്ലെങ്കിലും പാർട്ടിയോടൊപ്പം നിൽക്കുന്നവരായിരിക്കണം ആദ്യം. കിട്ടാതെ വന്നാൽ വഴക്കുകൂടി പോകുന്നവനൊന്നും ഈ പാർട്ടി പറ്റിയ ഇടമല്ല. ഈ ഒരു പുനർജനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകളിൽ മണപ്പാട്ട് ഫൗണ്ടേഷനുമായി വി.ഡി. സതീശന് അവിശുദ്ധ ബന്ധമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിനപ്പുറത്തേക്ക് ഈ ഒരു പുനർജനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രൂശിക്കപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അതിനെ വളരെയധികം സ്വാഗതാർഹത്തോടു കൂടിയാണ് അദ്ദേഹം ഇതിനെ നോക്കിക്കണ്ടത്. പുനർജനിയെ അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞു, മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് നിന്നുകൊണ്ട് CBI അന്വേഷിച്ചോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല എന്ന് അദ്ദേഹം തുറന്നു പറയാൻ കാണിച്ച ഒരു മാനസികാവസ്ഥ ഇപ്പോൾ സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ. പക്ഷേ ഈ ഒരു പുനർജനി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങൾ പോകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു വി.ഡി. സതീശനെ അനുകൂലിച്ചുകൊണ്ടുള്ളത്. അതിന് താഴെ വന്ന കമന്റുകളിൽ ഒരുപാട് അനുകൂലിക്കുന്നതും പ്രതികൂലിക്കുന്നതുമായ കമന്റുകൾ ഉണ്ടായിരുന്നെങ്കിലും അതിൽ ചിലതിൽ ചോദിക്കുന്നുണ്ട്, ഈ പറയുന്ന ഇപ്പോൾ വി.ഡി. സതീശനെ ഇത്തരത്തിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോസ്റ്റ് ഇടുമ്പോൾ ഇത് കോൺഗ്രസിലേക്ക് തിരിച്ചു കയറാനുള്ള ഒരു താക്കോലും താഴുമായി കണക്കാക്കുന്നുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളത്. രാഹുൽ പാലക്കാട് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ മത്സരിക്കാൻ സാധ്യതയുണ്ടോ, അതോ കോൺഗ്രസിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ടോ? ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ആളല്ല, കാരണം അത്തരം ചർച്ചകൾ നടക്കുന്ന കമ്മിറ്റിയുടെ ഭാഗമല്ല ഞാൻ. പക്ഷേ ഈ പുനർജനി പദ്ധതിക്കെതിരെ അവർ കേസെടുക്കുന്നത് എനിക്ക് മനസ്സിലാകാത്തൊരു ലോജിക്ക്, ഈ അവിശുദ്ധ ബന്ധത്തെ കുറിച്ചിട്ടാണല്ലോ പറയുന്നത്. ഈ AI ക്യാമറ വെച്ച പ്രസാദിയോ കമ്പനി മുഖ്യമന്ത്രിയുടെ മകന്റെ അമ്മായച്ചനുമായി ബന്ധപ്പെട്ട കമ്പനിയാണ്. അതിലെ ബന്ധം വിശുദ്ധമായിരുന്നു അവിശുദ്ധമായിരുന്നു. ഈ ഫോണുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റ് വിശുദ്ധമായിട്ടുള്ള അവിശുദ്ധമായിട്ടുള്ള, ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടാണോ, ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടാണോ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണ് കിട്ടിയ ED നോട്ടീസ് എന്നത് ഇതുവരെ അറിയാൻ പാടില്ല. RSSകാരായിട്ടുള്ള ഗവർണർമാരില്ലാതെ പ്രാതലും അത്താഴവും കഴിക്കാൻ പറ്റാത്ത ഗതികേടിലായി കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഈ ബന്ധം വിശുദ്ധമാണോ അവിശുദ്ധമാണോ? അപ്പൊ ഇതെല്ലാം പരിശോധിക്കപ്പെടണം. വി.ഡി. സതീശനും മണപ്പാട്ട് ഫൗണ്ടേഷനുമായിട്ടുള്ള ബന്ധം അവിശുദ്ധമാണോ വിശുദ്ധമാണോ എന്ന് പരിശോധിക്കാനായിട്ട് പിണറായി വിജയന്റെ കയ്യിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ കീഴിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരെ അന്വേഷിച്ച് ഇതിലൊരു തെളിവുമില്ല, കഴമ്പില്ലാത്ത കാര്യമാണെന്ന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെ നിരന്തരം വിമർശിക്കുന്ന ആളാണ് വി.ഡി. സതീശൻ. ഇവിടെ കേരളത്തിലെ പ്രതിപക്ഷം, അവർക്കും അന്വേഷിക്കാമല്ലോ. ഏത് നിയമത്തിന്റെ ഏത് പരിധിയിൽ നിർത്തിയും അന്വേഷിക്കാം. അവർ തീരുമാനിച്ചോട്ടെ ബന്ധത്തിന്റെ വിശുദ്ധിയും അവിശുദ്ധിയും. പിന്നെ CPM എന്ന് തൊട്ടാണ് വിശുദ്ധിയും അവിശുദ്ധിയും തീരുമാനിക്കാൻ പറ്റുന്നത് എനിക്കറിയില്ല. ഈ വിശുദ്ധി അവിശുദ്ധിയുടെയൊക്കെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കൂടി CPM നേതാക്കന്മാരൊന്ന് പറഞ്ഞു മനസ്സിലാക്കിയാൽ നല്ലതാണ്. പണ്ട് വെറുക്കപ്പെട്ടവരായിട്ടുള്ള കച്ചവടം നടത്തുന്നത് ശരിയല്ല എന്ന് CPMന്റെ പോളിറ്റ് ബ്യൂറോയുടെ തീരുമാനം ഉണ്ടായിരുന്നു പലരുമായി ബന്ധപ്പെട്ട കേസിൽ. അപ്പോൾ ഇവിടെ ഈ ഫാരിസ് അബൂബക്കറുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ പലതുമുണ്ട്. ഇപ്പോൾ എലപ്പുള്ളിയിൽ കൊണ്ടുവരുന്ന മദ്യ കമ്പനി, ഒയാസിസ് മദ്യ കമ്പനി, അങ്ങനെ പലതും. അപ്പൊ ഇതെല്ലാം ഞങ്ങളെക്കുറിച്ച് ആക്ഷേപം ചൊരിയുന്നത് ഞങ്ങൾക്ക് നല്ലതാണ്. കാരണം ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ തിരിച്ചു വയ്ക്കാനുണ്ട്. അപ്പോൾ കോൺഗ്രസിനെ, പ്രതിപക്ഷ നേതാവിനെയോ അല്ലെങ്കിൽ കോൺഗ്രസിനെ UDFനെതിരെ ചോദ്യം ചോദിക്കുന്ന മുഖ്യമന്ത്രി ആയാലും അല്ലെങ്കിൽ MV ഗോവിന്ദനായാലും കണ്ണാടി നോക്കി ഒന്ന് ആലോചിച്ചാൽ മതി. ഉറക്കെ ചോദിക്കണ്ട, പുറത്താരെങ്കിലും കേട്ടാ നാണക്കേടാവുമല്ലോ. അതൊന്ന് ചോദിച്ചിട്ട് പറയുന്നതായിരിക്കും നല്ലത്. ഇനി രാഹുൽ മാങ്കൂട്ടം പിന്തുണച്ചത്, രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും വി.ഡി. സതീശന് അനുകൂലമായിട്ടാണ് അക്കാര്യത്തിൽ നിലപാടെടുത്തത്, മാധ്യമങ്ങളായാലും പൊതുസമൂഹമായാലും. അതുകൊണ്ടാണ് CPM ഒറ്റ ദിവസം കൊണ്ട് ആ ചർച്ച വിട്ടുകളഞ്ഞത്. ഇനി വി.ഡി. സതീശന് ഏതെങ്കിലും രീതിയിൽ പ്രത്യേകമായി പിന്തുണച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് കയറി വരേണ്ട സാഹചര്യമില്ല. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച എന്താണെന്ന് പാർട്ടി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ സംഘടനാപരമായിട്ടുള്ള നടപടി എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാഗം കറക്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് വരാനുള്ള സാഹചര്യം ഉണ്ടാകുമായിരിക്കും ഭാവിയിൽ. അതിന് സമയമുണ്ടല്ലോ.
സമയമുണ്ട്. അതിൻ്റെ പേരിൽ പാലക്കാട് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന കാര്യമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വരവോ ഇതൊന്നും വി ഡി സതീശനെ പിന്തുണയ്ക്കുന്നതിലൂടെ കിട്ടുന്ന ഒരു കാര്യമല്ല. വി ഡി സതീശൻ എന്ന് പറഞ്ഞ വ്യക്തിയെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ പിന്തുണയ്ക്കുന്നതിലൂടെ മാത്രം ക്ലാരിഫൈ ചെയ്യപ്പെടേണ്ട ഒരു ആരോപണം അല്ല രാഹുലിന്റെ ഭാഗത്തുനിന്ന്. പക്ഷേ കോൺഗ്രസിൽ രാഹുലിന് നോ എൻട്രി ബോർഡ് വെച്ചത് വി ഡി സതീശനായിരുന്നല്ലോ ആദ്യമേ തന്നെ. അല്ല, അങ്ങനെയില്ല. അത് വി ഡി സതീശന്റെ ഒറ്റപ്പെട്ട തീരുമാനത്തിന്റെ ഭാഗമല്ല. ഒരു കൂട്ടായ തീരുമാനം എടുക്കും. ചിലർ കുറച്ച് കടുപ്പിച്ച് പറയും, ചിലർ കുറച്ച് മൈൽഡായിട്ട് പറയും, ചിലർ പറയില്ല. പക്ഷെ തീരുമാനം പാർട്ടിയുടെയും കമ്മിറ്റിയുടെയാണ്. അപ്പോൾ അത്തരത്തിലൊരു ആക്ഷേപം വന്നു. വി ഡി സതീശന്റെ മാത്രം തീരുമാനമല്ല. ഇനി വി ഡി സതീശന്റെ മാത്രമാണെങ്കിൽ ആ തീരുമാനത്തിന്റെ ശരിയുടെ മുഴുവൻ അവകാശം വി ഡി സതീശന് മാത്രം അർഹതപ്പെട്ടതാകില്ലേ? അപ്പൊ അതും പാടില്ലല്ലോ. അപ്പോൾ ഒരു തീരുമാനം പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ആലോചിച്ച് നടപ്പാക്കിയപ്പോൾ അത് ആദ്യഘട്ടത്തിൽ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ മുഴുവൻ കുറ്റപ്പെടുത്താൻ ഒരാൾ വേണമായിരുന്നു. അങ്ങനെ കുറ്റപ്പെടുത്താൻ കണ്ടെത്തിയ ഒരു പേരാണ് വി ഡി സതീശൻ. പക്ഷെ വി ഡി സതീശന്റെ മാത്രം അഭിപ്രായമല്ല, പാർട്ടിയിലെ ഒരുപാട് ആളുകളുടെ അഭിപ്രായമാണ്, ഭൂരിപക്ഷ അഭിപ്രായമാണ് രാഹുലിനെതിരെയായിട്ടുള്ള സംഘടനാ നടപടി. അതിന്റെ ശരിയും തെറ്റും ഒക്കെ കാലം തെളിയിക്കേണ്ടതാണ്. പക്ഷേ വി ഡി സതീശനെ അനുകൂലിച്ചുകൊണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ ആ ഒരു ഇന്റർവ്യൂവിന് ശേഷം പി ജെ കുര്യൻ വന്ന് പറഞ്ഞ മാധ്യമങ്ങളുടെ മുൻപിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് രാഹുലിനെ മത്സരിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായും തള്ളിക്കളഞ്ഞ പി ജെ കുര്യൻ മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹം മാറ്റി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് രാഹുൽ പി ജെ കുര്യനെ ഭീഷണി സ്വരത്തിൽ എന്തൊക്കെയോ പറഞ്ഞു പേടിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു മാറ്റത്തിന് കാരണം എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അല്ല, എല്ലാ വാർത്തകളും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം വാർത്തകൾ പക്ഷേ പി ജെ കുര്യനുമായി രാഹുൽ സംസാരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. അല്ല, സംസാരിക്കുന്നത് വേറെ ആരും കേട്ടിട്ടില്ല. പറഞ്ഞ രാഹുലും കേട്ട പി ജെ കുര്യൻ മാത്രമേ അറിയുള്ളൂ. അത് ഭീഷണിയാണ് എന്ന് നമ്മൾ വിലയിരുത്തിയിട്ട് കാര്യമില്ല. രണ്ടുപേരിൽ ആരെങ്കിലും പറയണം. അതിനപ്പുറത്ത് അതൊരു ഭീഷണിയായിട്ട് കാണാൻ പറ്റില്ല. പലരും സ്വകാര്യം പറയുന്നുണ്ടല്ലോ. അപ്പോൾ പി ജെ കുര്യൻ്റെ അഭിപ്രായം പി ജെ കുര്യന് ഇഷ്ടമുള്ളപ്പോൾ പറയാം, മാറ്റി പറയാം. അതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. രാഹുലിനും അത്തരം അഭിപ്രായങ്ങൾ പറയാം. പിന്നെ ഭീഷണിയാണോ എന്ന് പറയാൻ ആംഗ്യഭാഷ മനസ്സിലാക്കി പറയാൻ പറ്റിയ ഒരു കഴിവ് എനിക്കില്ല. പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ പലപ്പോഴും അങ്ങനെ എടുക്കുന്നുണ്ട്, ഭീഷണിപ്പെടുത്തി എന്നൊക്കെ. പക്ഷെ ഈ സ്വാതന്ത്ര്യം, ഈ വ്യാഖ്യാനിക്കാനുള്ള കഴിവൊക്കെ പിണറായി വിജയന്റെയും എം വി ഗോവിന്ദന്റെ കാര്യത്തിലും കൂടി മാധ്യമങ്ങൾ എടുത്താൽ നന്നായിരിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒഫീഷ്യലി ഒരു അഭിപ്രായം പറയേണ്ട ഉത്തരവാദിത്വം ഇപ്പം ഞങ്ങൾക്കില്ല. സംഘടനാപരമായ ഒരു നടപടി എടുത്ത് ഞങ്ങൾ നിൽക്കുന്നു. ഞങ്ങളപ്പോൾ ഞങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ രാഹുൽ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാം, അദ്ദേഹത്തിന് പരിപാടികളിൽ പങ്കെടുക്കാം, ഇഷ്ടമുള്ള ആളുകളോട് സംസാരിക്കാം, സംസാരിക്കുന്ന ആളുകൾക്ക് തിരിച്ചും താല്പര്യമുണ്ടെങ്കിൽ സംസാരിക്കാം. അതൊക്കെ ഓരോ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. അതെ, ആ ഒരു താല്പര്യമില്ലായ്മയാണോ രമേശ് ചെന്നിത്തല രാഹുലിനെ ഒരു നോട്ടം കൊണ്ട് പോലും പരിഗണിക്കാതെ തിരിഞ്ഞു നോക്കാതെ പോയത്? നമ്മൾ അല്ല, അത് ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇനിയിപ്പോ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ എന്നേക്കാളും നന്നായിട്ട് രമേശ് ചെന്നിത്തലയാണ് യോഗ്യൻ. അദ്ദേഹമാണ് പറയേണ്ടത്. ഞാൻ വിചാരിക്കുന്നത് ശ്രദ്ധിക്കാതെ പോയതായിരിക്കും. പിന്നെ ഒരു മനുഷ്യനെയും ഒരാളുടെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പമുണ്ട് അല്ലെങ്കിൽ ഒരു കുറ്റമുണ്ടെന്ന് ഓർത്തിട്ട് അല്ലെങ്കിൽ ഒരു തെറ്റുപറ്റി അല്ലെങ്കിൽ ഒരു കുറവ് സംഭവിച്ചു എന്നതിൻ്റെ പേരിൽ വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ആളെ അവഗണിക്കേണ്ട കാര്യമില്ല. അയാളുടെ കുഴപ്പത്തെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിക്കും ഈക്വൽ സ്പേസ് ഉണ്ടാവണമല്ലോ. അതെ, ഇപ്പോൾ നമുക്ക് ഇലക്ഷനിലേക്ക് തിരികെ വന്നാൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കേട്ടിരുന്നു 4-5 MP അത്തരത്തിൽ നിയമസഭയിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട്. അതിന് ചില നിബന്ധനകൾ കൂടി വെച്ചിട്ടുണ്ട്. കാരണം അവർ അവിടെ നിന്ന് തിരിച്ചു വന്ന് ഇവിടെ മത്സരിച്ച് ഇവിടെ വിജയിച്ചാൽ അവർ എവിടെയായിരുന്നു, ഏത് മണ്ഡലത്തിലായിരുന്നു വിജയിച്ചിരുന്നത്, അവിടെ മറ്റാരെങ്കിലും വിജയിപ്പിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നു. പക്ഷേ പിന്നീട് MP മത്സരിക്കാൻ സാധ്യതയില്ലെന്നും ചിലർക്ക് മാത്രം ഇളവുകൾ, അതായത് ഷാഫി പറമ്പിലിനെ പോലെയുള്ള, അടൂർ പ്രകാശിനെ പോലെയുള്ള ചിലർക്ക് ഇളവുകൾ നൽകുമെന്നുമുള്ള വാർത്തകൾ വരുന്നുണ്ട്. MP ഇത്തരത്തിൽ, ഞാൻ നേരത്തെ ധർമ്മടത്തിൽ ഷാഫി പറമ്പിൽ വന്നാൽ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിച്ചിരുന്നു. അത് ഈ പറയുന്ന ട്രോൾ പേജുകളിലും മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തയായിരുന്നു. യഥാർത്ഥത്തിൽ MP മത്സരിക്കാൻ സാധ്യതയുണ്ടോ? അല്ല, അതിനെക്കുറിച്ചൊന്നും എനിക്ക് പറയാനായിട്ട് ഞാൻ പറയാൻ പറ്റിയ ആളല്ല, എനിക്കറിയില്ല. മാത്രമല്ല, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളിൽ പാർട്ടി ഔദ്യോഗികമായിട്ട് KPCC പ്രസിഡന്റോ AICC നേതൃത്വമോ കൃത്യമായിട്ട് അതിന് പ്രസ് റിലീസ് തരുന്നതായിരിക്കും പാർട്ടിയുടെ ഒഫീഷ്യൽ അഭിപ്രായം. അതിനു മുമ്പ് മാധ്യമങ്ങൾ ഒത്തിരി വാർത്തകൾ സൃഷ്ടിക്കും. പലർക്കും സീറ്റ്, ഇപ്പോൾ ഒരു മണ്ഡലത്തിൽ തന്നെ 5-6 പേർക്കൊക്കെ സീറ്റ് കൊടുക്കുന്നത്. ഒരാൾക്കേ കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ UDF നിന്ന് മത്സരിക്കാൻ പറ്റുള്ളൂ. ആഗ്രഹമുള്ള പലരും ഉണ്ടാകാം. ആഗ്രഹമുള്ള പലർക്കും ചിലപ്പോൾ മാധ്യമങ്ങളുമായിട്ട് ബന്ധം ഉണ്ടാകും. പല രീതിയിലൊക്കെ അത്തരം ചർച്ചകളൊക്കെ വരും. പക്ഷേ ഫൈനൽ തീരുമാനം ഇപ്പം MP മത്സരിക്കണോ അതോ മറ്റാളുകൾ മത്സരിക്കണോ എന്നൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഈ തെരഞ്ഞെടുപ്പിൽ ജയസാധ്യതയാണ് ആദ്യത്തെ മുൻഗണന. ബാക്കി എല്ലാ കാര്യങ്ങളും അതിന് ശേഷമേ ഉള്ളൂ.
അപ്പോൾ അതിൽ ഒരു സീറ്റിൽ MP ആണ് മത്സരിച്ചാലേ ജയിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ പരിഗണിക്കാം. ചിലപ്പോൾ വേറൊരു ആളാണ് മത്സരിക്കുന്നത്, അതൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. അല്ലാതെ MP മാർ മത്സരിക്കണമെന്നോ പറയാൻ ഞാൻ വ്യക്തിപരമായ ആളല്ല. പക്ഷേ ഈ പറയുന്ന വാർത്തകളൊന്നും സത്യമല്ല. കാരണം കോൺഗ്രസിൻ്റെ ഒഫീഷ്യൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് വരുന്നൊരു വാർത്തയല്ല. വ്യക്തിപരമായി പലരും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ടാവും. അത് വ്യക്തികളുടെ മാത്രം അഭിപ്രായമായിട്ട് കാണണം, പാർട്ടിയുടെ അഭിപ്രായമല്ല. അതെ, ഇപ്പോൾ വരുന്ന വാർത്തകൾ അത്രത്തോളം പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് പറയുമ്പോൾ പോലും പൊതുജനം വിശ്വസിക്കുന്നത് വാർത്തകളിലൂടെയാണ്. വാർത്തകളിൽ വരുന്നത് എന്ത്, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ബ്രേക്കിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഉമ്മൻചാണ്ടിയുടെ മകളായിട്ടുള്ള മറിയ ഉമ്മന് ഇത്തരത്തിൽ സീറ്റുകൾ വരാൻ സാധ്യതയുണ്ട്, ആറന്മുളയിലോ അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളിയിലോ എവിടെയെങ്കിലുമൊക്കെ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതുപോലെ ചാണ്ടിയമ്മൻ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചിരുന്നുവെന്നും കോൺഗ്രസിൽ അതിന് അനുകൂലമായ നിലപാടല്ല എടുത്തിരിക്കുന്നത് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ഇതിന്റെ യഥാർത്ഥ വശം നമുക്ക് സംശയമാണ്. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ പോലും ഇന്നിപ്പോൾ മറ്റു പല ഇപ്പോൾ തൃശ്ശൂരിനെ കുറിച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ BJPക്ക് ഉറപ്പുള്ള ഒരിടമാണ് എന്ന് പറയപ്പെടുന്നു. അതുപോലെ പാലക്കാടാണെങ്കിലും BJP തന്നെയായിരിക്കും മുൻതൂക്കം നൽകുക എന്നുള്ളത് പറയപ്പെടുന്നു. പക്ഷേ ഇങ്ങനെ മുൻതൂക്കം നൽകും അല്ലെങ്കിൽ അങ്ങനെ ഒരു BJPക്ക് ചായ്വുള്ള ഇടങ്ങളാണ് എന്ന് പറയുമ്പോഴും അവിടെ കോൺഗ്രസിന് ഒരു പ്രതിസന്ധി ഉണ്ടാവാൻ സാധ്യതയുണ്ടോ ഇത്തരത്തിലുള്ള ഇടങ്ങളിൽ? ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകും. തൃശ്ശൂരൊന്നും BJPയുടെ ഒരു ഒറ്റ സ്ഥാനാർത്ഥി ഇനി ജയിക്കാൻ പോകുന്നില്ല. കാരണം സുരേഷ് ഗോപി അതിനു വേണ്ടിയിട്ടുള്ള പ്രചരണം നടത്തി കഴിഞ്ഞു. തൃശ്ശൂർ പ്രചരണം നടത്തി. അപ്പോൾ ജയിച്ചാൽ എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഞാനിനി അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ ശരിയാവില്ല. തൃശ്ശൂരത്തെ ജയം തീർന്നു. പിന്നെ നിങ്ങൾ പറഞ്ഞ പാലക്കാട്, തിരുവനന്തപുരം ഒക്കെയാണ്. ഓരോരുത്തരും ഓരോ ആള് മാത്രമല്ല, ഒരു പാർട്ടിയും ഒരു മുന്നണിയുമാണ് ഇലക്ഷൻ മത്സരിക്കുന്നത്. ഒരു വ്യക്തിക്ക് കുറവ് വന്നാലും കറക്റ്റ് ചെയ്യാൻ പാർട്ടി ഉണ്ടാകണം, പാർട്ടിക്ക് കുറവ് വന്നാൽ മുന്നണി ഉണ്ടാകണം. അപ്പോൾ തൃശ്ശൂരത്തെ ദുരവസ്ഥ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ചെയ്യാൻ ആരുമില്ല. നമ്മൾ ഇത് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ കോൺഗ്രസിന് ഒരു പ്രതിസന്ധിയില്ല. BJP ഞങ്ങൾ വലിയ നേട്ടം ഉണ്ടാക്കും എന്ന് അവകാശപ്പെട്ടിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം. ഏകദേശം 19% മേലെ 20% താഴെ വോട്ട് ശതമാനം കിട്ടിയത് കൊണ്ടാണ് അവകാശപ്പെട്ടത്. തൃശ്ശൂരത്തെ ഉൾപ്പെടെയാണ്. ഈ ലോക്കൽ ബോഡി ഇലക്ഷന് ശേഷം അത് 14% മേലെയാണ്. അതായത് 15% താഴെയാണ്. അവരുടെ 5% വോട്ട് എവിടെ പോയി? പക്ഷെ അവർക്ക് നേട്ടമായി തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടി. തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രം എടുത്ത് മാറ്റി നിർത്തും. അതിൽ വേറെ പല കാരണങ്ങളുണ്ട്. അവിടെ UDFനും നേട്ടമാണ്. UDFന്റെ സീറ്റിന്റെ എണ്ണം വർദ്ധിക്കുകയാണ്, വോട്ട് ശതമാനം വർദ്ധിക്കുകയാണ്. അവിടെ നഷ്ടം സംഭവിച്ചത് CPMന്റെ പക്ഷത്തിനാണ്, LDFനാണ്. അപ്പോൾ ഇങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് നോക്കിയാലും UDFന് തന്നെയാണ് മേൽക്ക് ഉള്ളത്. അപ്പോൾ BJPക്ക് ഒരു സാധ്യതയില്ല, BJP വരില്ല. പിന്നെ നേതാക്കന്മാരുടെ മക്കളെ മത്സരിപ്പിക്കുന്നത്, എനിക്ക് ആ ചർച്ചയെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ അറിയില്ല. പിന്നെ ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ നേതാക്കന്മാരുടെ ചില സാഹചര്യങ്ങളിലാണല്ലോ നേതാക്കന്മാരുടെ മക്കൾ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളൊക്കെ മത്സരിക്കുക. അതൊരു ചില പ്രത്യേക സാഹചര്യത്തിലൊക്കെ ആയിരിക്കും മത്സരിപ്പിക്കുന്നത്. നേതാക്കന്മാർക്ക് മാത്രമല്ല മക്കൾ, സാധാരണക്കാർക്കും മക്കളുണ്ട്. പാർട്ടിക്ക് വേണ്ടിയിട്ട് വേർപ്പൊഴുകി ആളുകളുണ്ട്. അപ്പോൾ നേതാക്കന്മാരുടെ മക്കളെ മാത്രം പരിഗണിക്കാൻ അത് മാധ്യമങ്ങളുടെ ഒരു സൃഷ്ടിയാണ്. ഞാൻ വിചാരിക്കുന്നില്ല കോൺഗ്രസ് അങ്ങനെ ചെയ്യുമെന്ന്, UDF അങ്ങനെ ചെയ്യുമെന്ന്. കാരണം ഈ പാർട്ടി അധികാരത്തിലില്ലാതിരുന്ന സമയത്ത്, കഴിഞ്ഞ 9.5 കൊല്ലത്തിലധികമായി കേരളത്തിൽ, 11 കൊല്ലമായിട്ട് ഈ രാജ്യത്തുമില്ല, ഈ പാർട്ടി അധികാരത്തിലില്ലാത്ത സമയത്ത് ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് അർദ്ധശങ്കയ്ക്കിടയില്ലാതെ പോരാടിയ മനുഷ്യരുണ്ട്. അവരുടെ തല കുനിക്കപ്പെടുന്ന ഒരു തീരുമാനവും കോൺഗ്രസിൽ നിന്നുണ്ടാകില്ല എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അതെൻ്റെ വിശ്വാസമാണ്. കാരണം ഞങ്ങൾ തോറ്റപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി സങ്കടപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി വാദിച്ച മനുഷ്യരുണ്ട്. കവലകളിൽ, ബസ് സ്റ്റോപ്പുകളിൽ, ചായക്കടയിൽ, ഈ ക്ലബ്ബുകളിലൊക്കെ ഇരുന്ന് തോറ്റ് നിൽക്കുന്ന പാർട്ടിക്ക് വേണ്ടിയിട്ട്. നേതാക്കന്മാരുടെ മക്കൾ എത്ര പേരുണ്ടായി എന്ന് എനിക്കറിയില്ല. ആ കൂട്ടത്തിൽ പല നേതാക്കന്മാരുടെയും മക്കൾ എനിക്ക് വ്യക്തിപരമായി പറയാൻ താല്പര്യമില്ല. പലരും അപ്പുറത്തെ ഞങ്ങളെ അമർച്ച ചെയ്യുന്ന, ഞങ്ങളുടെ പ്രവർത്തകരെ അകാരണമായിട്ട് ആക്രമിക്കുന്ന, കേസിൽപ്പെടുത്തുന്ന പിണറായി വിജയനെയും നരേന്ദ്രമോദിയൊക്കെ വാഴ്ത്തുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ നേതാക്കന്മാരുടെ മക്കൾ കൊണ്ടതിനേക്കാൾ വെയിൽ കൊണ്ടിട്ടുള്ള സാധാരണ പ്രവർത്തകരുണ്ട്. അവരുടെ വികാരത്തെ മാനിച്ചുകൊണ്ടായിരിക്കും കോൺഗ്രസ് സീറ്റ് തീരുമാനിക്കുക. അങ്ങനെ തീരുമാനിക്കുമ്പോൾ ഏതെങ്കിലും നേതാവിൻ്റെ മകൾക്കോ മകനോ സീറ്റ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അർഹതപ്പെട്ടതാണെങ്കിൽ എല്ലാ പ്രവർത്തകരും ഒന്നിച്ചു നൽകും. അതിൽ അർഹതയാണ് നമ്മൾ തീരുമാനിക്കുക. അർഹത തീരുമാനിക്കുമ്പോൾ ഒരു നേതാവിൻ്റെ മകൻ നേതാവിൻ്റെ മകനിൽ നിന്ന് തുടങ്ങുന്നു, ഒരു സാധാരണ പ്രവർത്തകൻ താഴെ നിന്ന് തുടങ്ങുന്നു. അപ്പോൾ ഒരു മുഖ്യമന്ത്രിയുടെ മകൻ
മുഖ്യമന്ത്രിയുടെ മകനായിട്ട് രാഷ്ട്രീയത്തെ കാണുന്നത്. ഒരു സാധാരണ പ്രവർത്തകൻ താഴെത്തട്ടിൽ ബൂത്തിൽ നിന്നാണ് പ്രവർത്തനം തുടങ്ങുന്നത്. അപ്പോൾ ആരാ കൂടുതൽ പാർട്ടിയുടെ എല്ലാ അറ്റവും കണ്ടതെന്ന് ചോദിച്ചാൽ സാധാരണക്കാരന്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ വെയിലുകൊണ്ട മനുഷ്യരുണ്ട്. ജയിച്ചവർ മാത്രമല്ല ജയിക്കുന്നത്, ആ ജയിച്ചവർക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട കുറേ മനുഷ്യരുണ്ട്. അവരുടെ വികാരത്തെ മാനിക്കാതെ ഒരു സീറ്റ് നിർണയവും കേരളത്തിൽ നടക്കില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ജയസാധ്യത എന്ന് പറഞ്ഞാൽ നേതാവിൻ്റെ മക്കൾക്കുള്ളതല്ല. ജയസാധ്യത എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ മനസ്സിലാക്കുന്നവർക്കുള്ള. അപ്പോൾ ചിലപ്പോൾ നേതാക്കന്മാരുടെ മക്കളെ പരിഗണിക്കാം, അതിലൊന്നും തെറ്റില്ല. പക്ഷെ അത് നീതിപൂർവകമായിരിക്കണം. നീതിയില്ലാത്ത തീരുമാനം ഇനി കോൺഗ്രസിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പലർക്കും സീറ്റ് കൊടുത്തു. അതിൽ മണലൂർ മത്സരിച്ചൊരു വിജയ് ഹരിയുണ്ട്. ഏതാനും മാസങ്ങൾക്ക് ശേഷം CPM ചേർന്നു. 10-30,000 വോട്ടിന് ഈ പാർട്ടിയെ പരാജയപ്പെടുത്തുക. ആരായിരുന്നു അയാൾ എന്ന് ചോദിച്ചാൽ പലർക്കും പല ബന്ധങ്ങളും പറയാനുണ്ടാവും. പക്ഷെ അയാൾ ഈ പാർട്ടിക്ക് ഒന്നും ആയിരുന്നില്ല എന്നത് തോറ്റപ്പോഴാൽ മാത്രമല്ല, ഈ പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് അപ്പുറത്ത് പോയപ്പോഴാണ്. അങ്ങനെ പല സ്ഥാനാർത്ഥികളുണ്ട്. ഓരോരുത്തരെ എണ്ണി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്ഥാനാർത്ഥികൾ സീറ്റ് കിട്ടിയില്ലെങ്കിലും പാർട്ടിയോടൊപ്പം നിൽക്കുന്നവരായിരിക്കണം ആദ്യം. കിട്ടാതെ വന്നാൽ വഴക്കുകൂടി പോകുന്നവനൊന്നും ഈ പാർട്ടി പറ്റിയ ഇടമല്ല. 2, പരാജയപ്പെട്ടാലും പണിയെടുത്ത പ്രവർത്തകരോടൊപ്പം ആത്മവിശ്വാസത്തോടെ നിൽക്കാൻ പ്രാപ്തിയുള്ളവരായിരിക്കണം. തോറ്റതിൻ്റെ പിന്നാലെ ഭരിക്കുന്നവൻ്റെ കൂടെ ഓടിപ്പോകുന്നവനായിക്കൂടാ. ഇപ്പുറത്ത് നിന്നിട്ട് അപ്പുറത്ത് നിൽക്കുന്ന നരാധമ സർക്കാരിനെ പുകഴ്ത്തുന്നവരായിക്കൂടാ.